ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് അടീനത്തിന് വരുന്ന കുറച്ച് രോഗങ്ങളും അതിൻ്റെ പരിഹാര മാർഗങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ എൻ്റെ അടീനത്തിന് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി. ഞാൻ അത്ര ശ്രദ്ധിക്കാതിരുന്നുകൊണ്ടാവാം. അപ്പോൾ ഈ ചൂട് സമയത്താണ് ഏറ്റവും കൂടുതൽ അടീനത്തിന് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ സ്പൈഡർ മൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ അത്ര കാണത്തില്ല, അറിയാനും പറ്റില്ല. അപ്പോൾ അത് ബാധിച്ചാൽ ഇലകൾ മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും. അതുപോലെ മൊട്ടുകളും കൊഴിഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം. അതുപോലെ കോഡക്സ് ചീത്തയായാലും മഞ്ഞളിക്കും. പക്ഷേ അത് നമുക്ക് കോഡക്സ് ഞെക്കി നോക്കിയാൽ അറിയാൻ പറ്റും. കോഡക്സിന് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മെയിനായിട്ട് വരുന്ന പ്രശ്നം ഇതിൻ്റെ ഇലകളിൽ ഇരിക്കുന്ന സ്പൈഡർ മൈറ്റാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇലകളൊക്കെ പൊഴിച്ച് കളയണം. മഞ്ഞിച്ച ഇലകളെല്ലാം പൊഴിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ നിന്ന് എല്ലാം വാരി മാറ്റണം. കാരണം അല്ലെങ്കിൽ ഈ സ്പൈഡർ മൈറ്റ് അതിൽ ഇരുന്ന് വീണ്ടും മുട്ടയിട്ട് പെരുകും. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരിട്ട് നോക്കിയാൽ ഒരിക്കലും ഈ സ്പൈഡർ മൈറ്റിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ കഴിയും എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളിൽ കുത്തായിട്ട് കാണപ്പെടും. അതാണ് സ്പൈഡർ മൈറ്റിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. അപ്പോൾ കഴിവതും നമ്മൾ ഈ ഇലകളെല്ലാം മാറ്റിയതിന് ശേഷം മാത്രം മരുന്നടിക്കുക. ഒരു ഇല പോലും ഇതിൻ്റെ ചുവട്ടിലുണ്ടാകാൻ പാടില്ല. സ്പൈഡർ മൈറ്റിൻ്റെ മുട്ടയും മറ്റുമൊക്കെ ഇതിൽ കാണും. അപ്പോൾ ഇതെല്ലാം അങ്ങനെ ബാധിച്ചു ഇലകളിലൊക്കെ പൊഴിഞ്ഞു പോയ ചെടികളാണ്. ശ്രദ്ധക്കുറവ് മൂലം പറ്റിയ ഒരു അബദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ഇലയുടെ പുറകുവശത്തായിരിക്കും എപ്പോഴും സ്പൈഡർ മൈറ്റിൻ്റെ മുട്ടയും എല്ലാം ഉണ്ടാവുക. ഇലകളൊക്കെ തിന്ന് അത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ ഇല മഞ്ഞളിച്ച് അങ്ങ് പോകും. അതുപോലെ തന്നെ മുട്ടകളും മഞ്ഞ കളറായിട്ട് അത് പൊഴിഞ്ഞ് അങ്ങ് പോകും, വിരിയുകയില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലക്ഷണം. അപ്പോൾ ഇതിൽ നിറച്ച് മുട്ടകൾ ഇരിക്കുന്നത് കണ്ടോ? ഇതെല്ലാം സ്പൈഡർ മൈറ്റും മീലി ബഗ്സും എല്ലാം ഉണ്ട് ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്പൈഡർ മൈറ്റ് കാണണമെങ്കിൽ ഒന്നുകിൽ നല്ല ലെൻസ് വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഒരു മൈക്രോ ലെൻസ് വെച്ച് എടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്പൈഡർ മൈറ്റ് നല്ല രീതിയിൽ അതിൽ കാണാൻ പറ്റും. റെഡ് സ്പൈഡർ മൈറ്റും ഉണ്ട്, വേറെ ഒരു ടൈപ്പ് സ്പൈഡർ മൈറ്റും ഉണ്ട്. ഈ ചൂട് സമയത്താണ് ഇത് വരുന്നത്. 2-3 പ്രാവശ്യം നമ്മൾ നല്ല രീതിയിൽ മരുന്ന് അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഈ സ്പൈഡർ മൈറ്റ് പോവുകയുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം ചെറിയൊരു ജീവി ഓടുന്നുണ്ടോ. ഇതാണ് സ്പൈഡർ മൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നേരെ നോക്കിയാൽ ഇത് കാണാൻ പറ്റില്ല, കണ്ടുപിടിക്കാനും കഴിയുകയില്ല. അപ്പോൾ ഈ ഇരിക്കുന്നതെല്ലാം അതിൻ്റെ മുട്ടയും കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ ഒരു സ്പൈഡർ മൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ടോ. അപ്പം ഇതാണ് റെഡ് സ്പൈഡർ മൈറ്റ് എന്ന് പറയുന്നത്. ചുവപ്പ് കളറിലിരിക്കും. അതിൻ്റെ മുട്ടയാണ്, അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളുമാണ് ഇതെല്ലാം. അപ്പം നമ്മൾ നേരിട്ട് ഇതിൽ നോക്കിയാൽ ഇത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ സ്പൈഡർ മൈറ്റ് ആണെന്ന് കരുതിക്കൊള്ളുക. ഇലകൾ മഞ്ഞളിച്ച് പോകും. അതുപോലെ തന്നെ അതിൻ്റെ പച്ച ഭാഗം ഒക്കെ കുറഞ്ഞ് വരുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകിൽ വേപ്പെണ്ണ സോപ്പ് ലായനി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. വേപ്പെണ്ണയും സോപ്പ് ലായനിയും മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ ചെറിയ ഒരു 100 മില്ലിയോ അങ്ങനെയൊക്കെ എടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലയുടെ അടിഭാഗം നനയുന്ന രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചുവട് ഭാഗവും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. വേപ്പമുണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുക ചെറിയ രീതിയിൽ. അങ്ങനെയൊക്കെ ചെയ്താൽ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാം. ഒരു 2 ആഴ്ചയെങ്കിലും നമുക്ക് ചേർത്ത് ഒരു 3 ദിവസം ഇടവിട്ടെങ്കിലും ഈ മരുന്നുകളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ഒരു മരുന്ന് കിട്ടുന്നുണ്ട്, അത് വാങ്ങാം. അത് വാങ്ങി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇലകൾ ഇങ്ങനെ ഹരിത ഭാഗം മൊത്തവും കാർന്ന് തിന്നുന്ന ഈ സ്പൈഡർ മൈറ്റിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും.
ഈ ചൂട് സമയത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. പിന്നെ ഉള്ളത് മുഞ്ഞയാണ്. മുഞ്ഞയെ നമുക്ക് ഈ മരുന്ന് കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. പക്ഷേ സ്പൈഡർ മൈറ്റിനെ പോലെ അല്ല മുഞ്ഞ വീണ്ടും നമുക്ക് നിയന്ത്രിക്കാം. പക്ഷേ സ്പൈഡർ മൈറ്റ് നല്ലതുപോലെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ചെടി മുഴുക്കെ സ്പ്രെഡാവുകയും ചെടി നശിപ്പിക്കുകയും ചെയ്യും. ഒരു പൂ പോലും നമുക്ക് വിരിഞ്ഞ് കിട്ടുകയില്ല. അതുപോലെ തന്നെ ഇലകൾ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. നഗ്ന നേത്രം കൊണ്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാധനമാണ് ഈ സ്പൈഡർ മൈറ്റ്. ഇത് മൈക്രോ ലെൻസ് ഉപയോഗിച്ച് എടുത്തത് കൊണ്ട് മാത്രമാണ് ഇതിപ്പോൾ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഇതിന് നമുക്ക് നേരിട്ട് നോക്കിയാൽ ഇതിന് കാണാൻ പോലും പറ്റത്തില്ല. അത്രമാത്രം കുഞ്ഞ് ജീവിയാണ് ഈ സ്പൈഡർ മൈറ്റ്. ഇനി നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു മരുന്നിനെ കുറിച്ച് പറയാം. അതിനു മുമ്പ് നമുക്ക് ഇത് സ്പ്രെയർ ഉപയോഗിച്ച് ഇതിൻ്റെ ചുവട് ഭാഗം ഇതുപോലെ വേണം അടിച്ചു കൊടുക്കാൻ. നല്ല രീതിയിൽ അടിച്ചു കൊടുക്കണം. എല്ലാ ഭാഗത്തും പറ്റുന്ന രീതിയിൽ തന്നെ അടിച്ചു കൊടുക്കണം. തണ്ടിലും ഇലകളിലും അടിഭാഗത്തായിരിക്കും ഇത് കൂടുതലായി വരുന്നത്. അപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ അടിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഓൺലൈനിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മരുന്ന് നമുക്കിത് വാങ്ങാൻ കിട്ടും. ഈ ഒബിറോൺ എന്ന് പറയുന്ന മരുന്ന് വാങ്ങി നമുക്ക് 1 മില്ലി 2 ലിറ്റർ വെള്ളത്തിലൊക്കെ കലക്കി ഇതിൽ അടിച്ചു കൊടുക്കാം. ഇത് പ്രത്യേകിച്ച് പറയട്ടെ, ഇത് വിഷമാണ്. അപ്പോൾ ഇത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസോ മറ്റോ ഉപയോഗിക്കാം. മാസ്കും ഉപയോഗിച്ചതിന് ശേഷം മാത്രം ഇത് അടിച്ചു കൊടുക്കുക. ഇത് ഒരാഴ്ചയിൽ 2 പ്രാവശ്യം അതിൻ്റെ തീവ്രത അനുസരിച്ച് 2 3 പ്രാവശ്യമൊക്കെ ചെറിയ രീതിയിൽ അടിച്ചു കൊടുക്കാം. ഇനി നാച്ചുറലായിട്ട് വേണമെങ്കിൽ കക്ക എന്ന് പറയുന്ന ഈ മരുന്ന് ഉപയോഗിക്കാം. ഇത് ഓൺലൈനിൽ വേദിക് എന്ന് പറയുന്ന കമ്പനിയുടെ കക്ക. ഇത് പെസ്റ്റിസൈഡാണ് ഫോർ റെഡ് മൈറ്റ്സിന് ഉപയോഗിക്കുന്ന. അത് നമുക്ക് പച്ചക്കറിക്കും എല്ലാം ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ജൈവ കീടനാശിനിയാണ് ഈ കക്ക എന്ന് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് രണ്ടും നമുക്ക് നമ്മുടെ സെല്ലർ പറഞ്ഞു തന്ന മരുന്നുകളാണ്. അപ്പോൾ അത് അടിച്ചതിന് ശേഷമുള്ള മാറ്റമാണ് നിങ്ങൾ ഈ കാണുന്നത്. പുതിയ ഇലകളൊക്കെ വന്ന് നല്ല രീതിയിൽ ഇപ്പോൾ ആ സ്പൈഡർ മൈറ്റൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നിയന്ത്രിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സെയിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഓഫർ ഇല്ലെന്നേ ഉള്ളൂ. 95 രൂപയാണ് പ്ലാന്റിൻ്റെ വില. അപ്പോൾ കുറച്ച് പേർക്ക് കൂടി ഇനി അയക്കാനുണ്ട്. അതും കൂടെ അയച്ചു കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊള്ളുന്നു. Please like, share, subscribe.